കൊൽക്കത്തയിലെ ആർജികർ സർക്കാർ ആശുപത്രിയിൽ വനിതാ ഡോക്ടർക്ക് നേരെയുണ്ടായ ക്രൂരമായ സംഭവത്തിൽ രാജ്യത്ത് പ്രതിഷേധം കത്തിപ്പടരുന്നതിനിടയിൽ ബലാത്സംഗം, കൂട്ടബലാത്സംഗം എന്നിവ മൂലമുള്ള കൊലപാതകങ്ങളെക്കുറിച്ചുള്ള ദേശീയ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ പുതിയ റിപ്പോർട്ട് പുറത്ത്. ഈ റിപ്പോർട്ട് പ്രകാരം 2017-നും 2022-നും ഇടയിൽ 1551 ബലാത്സംഗ കൊലപാതകങ്ങൾ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ കാലയളവിൽ ഓരോ ആഴ്ചയിലും ശരാശരി 5 ബലാത്സംഗ കൊലപാതകങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ബലാത്സംഗ കൊലപാതകങ്ങൾ റിപ്പോർട്ട് ചെയ്തത് 2018-ലാണ്. 294 ബലാത്സംഗ കൊലപാതകങ്ങൾ ഈ കാലയളവിൽ നടന്നു. അതേസമയം ഏറ്റവും കുറവ് 2020-ലാണ്, 219 എണ്ണം. എന്നാൽ 2017-ൽ ഇത് 223 ആയിരുന്നു. 2019-ൽ 283, 2021 284 എന്നിങ്ങനെ മറ്റു വർഷങ്ങളിലെ കണക്ക്. 6 വർഷത്തെ സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള കണക്കുകൾ പ്രകാരം യുപിയിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്, 280 എണ്ണം. മധ്യപ്രദേശ് 207, അസം 205, മഹാരാഷ്ട്ര 155, കർണാടക 79 എന്നിങ്ങനെയാണ് മറ്റിടങ്ങളിലെ ബലാത്സംഗ കൊലപാതകങ്ങളുടെ വിവരങ്ങൾ. കോമൺവെൽത്ത് ഹ്യൂമൻ റൈറ്റ്സ് ഇനീഷ്യേറ്റീവ് നടത്തിയ വിശകലന പ്രകാരം 1551 കേസുകളുടെ എണ്ണം കണക്കിലെടുത്താൽ വാർഷിക ശരാശരി 258 കേസുകളാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഈ കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നുമുണ്ട്. 2017 മുതലാണ് ദേശീയ ക്രൈം റെക്കോർഡ് ബ്യൂറോ ബലാത്സംഗത്തിന് ശേഷമുള്ള കൊലപാതകങ്ങളുടെ സ്ഥിതിവിവര കണക്കുകൾ പ്രത്യേകമായി റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത്. വിചാരണ പൂർത്തിയാക്കിയ 308 കേസുകളിൽ 200 എണ്ണത്തിൽ മാത്രമാണ് ശിക്ഷാവിധി ഉണ്ടായത്. 6% കേസുകളിൽ കുറ്റപത്രം തള്ളുകയായിരുന്നെങ്കിൽ 28% കേസുകളിൽ പ്രതികളെ കുറ്റവിമുക്തരാക്കി. ശിക്ഷാനിരക്ക് 2017-ലായിരുന്നു ഏറ്റവും താഴ്ന്നത്. ഏറ്റവും ഉയർന്നത് 2021-ലായിരുന്നു. 2022-ൽ ഇത് 69%. NCRBയുടെ പഠന കാലയളവിൽ വിചാരണ കോടതികളിൽ ബലാത്സംഗ കൊലപാതക കേസുകളുടെ എണ്ണം വർഷം തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠനത്തിന് കീഴിലുള്ള 6 വർഷങ്ങളിൽ 4-ലും കോവിഡ് കാലത്ത് പോലും കുറ്റപത്രത്തിന്റെ നിരക്ക് 90%-ന് മുകളിലായിരുന്നു. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.